എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ലിസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു വെബ്സൈറ്റിന്റെ ടൈറ്റിലും URL സെയിനും യൂസ് ചെയ്ത് എങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റിന്റെ ടൈറ്റിലും URL ക്യാപ്ചർ ചെയ്യുന്നതിന് മുമ്പ് ടൈറ്റിലും URL എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ ട്യൂട്ടോറിയലിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് സ്വാഗ് ലാബ്സ് എന്നുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം സ്വാഗ് ലാബ്സ് എന്നുള്ള ഈ ടാബിന്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണ് ഈ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ. അതുപോലെ ഇതിന്റെ URL എന്ന് പറയുന്ന ഈ അഡ്രസ് ബാറിൽ വന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ അഡ്രസ് ആണ്. ഈ ഒരു അഡ്രസ്സിൻ്റെ കൂടെ HTTP കൂടെ വരും. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇത്രയും ഭാഗമാണ് ഈ വെബ്സൈറ്റിന്റെ URL എന്ന് പറയുന്നത്. ഇനി ടൈറ്റിൽ എന്ന ആ ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിന്റെ ഡോമിനകത്താണ്. അത് HTML ഡോം എന്നാണ് പറയുന്നത്. അപ്പോൾ HTML ഡോം ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ പേജിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസ്പെക്ടർ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന ലേഔട്ടിനാണ് ഡോം എന്ന് പറയുന്നത്. ഡോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്നാണ്. ഇതൊരു HTML ഫയലാണ്. അപ്പോൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ടാഗ്സ് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്താണ് ഈ പർട്ടിക്കുലർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബൈ ഡീഫോൾട്ട് എൻ്റെ സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ ലേഔട്ട് വന്നിരിക്കുന്നത് ഈ സ്ക്രീനിന് താഴെയായിട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണും. കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഡോട്ട് ടൂൾസ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കോ അതുപോലെ വീണ്ടും ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്കോ അതുപോലെ പിന്നെയും ക്ലിക്ക് ചെയ്ത് ഞാൻ യൂസ് ചെയ്ത അതേ ഒരു ലേഔട്ടിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈറ്റിൽ എന്നുള്ള കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം HTML എന്നുള്ള ഈ ഒരു ടാഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ. അപ്പം അതിൻ്റെ അകത്ത് ഹെഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ആ ഹെഡ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് എന്ന സെക്ഷൻ്റെ അകത്ത് ടൈറ്റിൽ എന്നൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്വാഗ് ലാബ്സ് എന്നുള്ള കണ്ടന്റ് ആണ് ഈ വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഓപ്പണിംഗ് ടൈറ്റിൽ ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടൈറ്റിൽ ടാഗും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടന്റ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ചേഞ്ച് വെബ്സൈറ്റിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ മാറ്റി ഇവിടെ ടെസ്റ്റിംഗ് ആക്കുവാണ്. അതിനുശേഷം ഞാൻ ഈ മൗസ് പോയിന്റർ വെളിയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ചേഞ്ച് ടാബിൽ വന്നിട്ടുണ്ട്. അപ്പം ടൈറ്റിൽ മാറി ടെസ്റ്റിംഗ് എന്നായി. അപ്പോൾ ഇതൊരു ടെമ്പററി ചേഞ്ച് ആണ്. ഈ പേജ് റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും സ്വാഗ് ലാബ്സ് എന്ന് റീപ്ലേസ് ആവും. ഞാൻ പേജ് റീലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അത് സ്വാഗ് ലാബ്സ് എന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടൈറ്റിൽ എന്ന കണ്ടന്റ് കൊടുത്തിരിക്കുന്ന HTML പൊസിഷൻ. അപ്പം ടൈറ്റിൽ എന്ന ടാഗിന് ഇടയ്ക്കായിരിക്കും നമ്മൾ എന്താണോ ടൈറ്റിലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കണ്ടന്റ് കൊടുക്കുന്നത് അവിടെയായിരിക്കും. അപ്പം ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ടൈറ്റിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ഇതേ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ കേസിൽ സെലീനം യൂസ് ചെയ്ത് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ച് നമുക്ക് ഈ ടൈറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ URLും നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അസേർട്ട് ചെയ്ത് നോക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ കറണ്ട് URL കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് സെലീനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. അപ്പം ടൈറ്റിലും URLും എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെമോയാണ്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്യുന്ന പാക്കേജിൻ്റെ ഉള്ളിൽ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂവിൽ ഹോവർ ചെയ്ത ശേഷം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ജാവ ക്ലാസ് എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു മീനിങ് നെയിം ഈ ക്ലാസ്സിന് കൊടുക്കുവാണ്. ക്യാപ്ചർ ടൈറ്റിൽ ആൻഡ് URL ക്ലാസ്സിന് പേര് കൊടുത്തു. അതിനുശേഷം മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യേണ്ട കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ യൂസ് ചെയ്ത ക്ലാസ്സിൽ നിന്ന് ആ കോഡ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. കോപ്പി പേസ്റ്റിങ് ചെയ്യുമ്പോൾ അത് പിന്നീട് നമുക്ക് കോഡ് എഴുതുമ്പോൾ ഡൗട്ട് വരും. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസ് ചെയ്ത ആ ഒരു കോഡ് ഇവിടുന്ന് ഈ ഒരു പർട്ടിക്കുലർ ഫയലിൽ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ എഡ്ജ് ഡ്രൈവറിലല്ല ഓപ്പൺ ചെയ്യാൻ പോകുന്നു, ക്രോം ഡ്രൈവറാണ്. അതുകൊണ്ട് ക്രോം ഡ്രൈവർ എന്നുള്ള ചേഞ്ച് വരുത്താം.
ക്രോം ഡ്രൈവറാക്കി മാറ്റി. ഇനി ബ്രൗസർ ഓപ്പൺ ആയ ശേഷം നമുക്ക് ടൈറ്റിൽ ക്യാപ്ചർ ചെയ്യണം. ഇതിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്, ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ടൈറ്റിൽ എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇത് റിട്ടേൺ ചെയ്യുന്ന എന്താണ് ഡോക്യുമെന്റേഷൻ പറഞ്ഞിട്ടുണ്ട്, ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ കറണ്ട് പേജ്. അപ്പോൾ ടൈറ്റിലാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ഇതൊരു സ്ട്രിങ് ആയിട്ടായിരിക്കും വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഞാൻ രണ്ട് രീതിയിലും കാണിക്കാം. ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു, വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് വേരിയബിൾ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തും കാണിക്കാം. ആദ്യമേ ഞാൻ ഈ മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതൊരു റിട്ടേൺ ചെയ്യുന്ന സ്ട്രിങ് വേരിയബിൾ ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വേരിയബിളിലേക്ക് ഞാനത് അസൈൻ ചെയ്യുവാണ്. ടൈറ്റിൽ വാല്യൂ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. നിങ്ങൾക്കിപ്പം ഒരു പർട്ടിക്കുലർ മെത്തേഡിന്റെ റിട്ടേൺ ടൈപ്പ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ എക്ലിപ്സ് തന്നെ സജഷൻ കാണിക്കും. അപ്പം ഇതിനകത്തൊരു 4 ക്വിക്ക് ഫിക്സസ് അവൈലബിൾ ഓപ്ഷൻ വരും. അതിനകത്ത് ക്രിയേറ്റ് ലോക്കൽ വേരിയബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിട്ടേൺ ടൈപ്പ് ഇവിടെ ഫില്ലായി വന്നോളൂ. പിന്നെ ഒരു വഴി വെച്ച് നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്കിത് കൺസോളിൽ പ്രിന്റ് ചെയ്യാം. അതിനുവേണ്ടി SYSO എന്ന് കൊടുത്ത ശേഷം കൺട്രോൾ സ്പേസ് കൊടുക്കുക. അപ്പം സജഷൻ വരും. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ ഒരു സ്ട്രിങ് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തായിരിക്കും ടൈറ്റിൽ വാല്യൂ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കൺസോൾ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്താണ് ആ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടൈറ്റിൽ ഈസ് കോളം കൊടുത്തു. അതിനുശേഷം സ്ട്രിങ്ങിന്റെ കേസിൽ അപ്പൻഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അതിനുശേഷം വേരിയബിൾ പാസ് ചെയ്യുക, ടൈറ്റിൽ വാല്യൂ. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിയുമ്പോൾ കൺസോളിൽ സ്പാർക്ക് ലാബ്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വരും. ടൈറ്റിൽ ഈസ്, അത് കഴിഞ്ഞ് കോളൻ, അത് കഴിഞ്ഞ് സ്പാർക്ക് ലാബ്സ് എന്ന് പ്രിന്റ് ചെയ്ത് വരും. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ച് ചെയ്തു. നമുക്ക് ഈ വിൻഡോ ഇനി ക്ലോസ് ചെയ്യാം. ടൈറ്റിൽ ഈസ് സ്പാർക്ക് ലാബ്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് ഈ വേരിയബിൾ യൂസ് ചെയ്ത് ഇത് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തൽക്കാലം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ കമന്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ടൈറ്റ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ കോഡ് മാത്രം എടുത്ത് ഞാൻ ഇവിടെ കൊടുക്കുവാണ്. അപ്പം നമുക്ക് ഒരു വേരിയബിൾ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കൺസോളിൽ ടൈറ്റിലിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഓൾറെഡി ഞാനൊരു വീഡിയോ എൻ്റെ ജാവ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരുത്തിയ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, ബ്രൗസർ ലോഞ്ച് ആയി. നമുക്കത് ക്ലോസ് ചെയ്ത് കളയാം. ടൈറ്റിൽ സ്പാർക്ക് ലാബ്സ് എന്നുള്ളത് വന്നു. ഇനി നമുക്ക് URL ക്യാപ്ചർ ചെയ്യാം. അതിനുവേണ്ടി ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കറണ്ട് URL എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇതും സ്ട്രിങ് തന്നെയാണ് റിട്ടേൺ ചെയ്യുക. ഒരു സ്ട്രിങ് ആയിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റ് വേണം പ്രിന്റ് ചെയ്യാൻ, ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. URL വാല്യൂ ഈക്വൽ ടു ഡ്രൈവർ ഡോട്ട് ഗെറ്റ് കറണ്ട് URL. അതിനുശേഷം ലൈൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ടൈറ്റിൽ ഈസ് എന്നുള്ളത് മാറ്റി URL ഈസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ആ വേരിയബിൾ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ.
അപ്പം കൺസോളിൽ ടൈറ്റിൽ ഈസ് എന്ന് പറഞ്ഞ് സ്വാഗ് ലാബ്സ് എന്നും URL ഈസ് എന്ന് പറഞ്ഞ് cosmo.com HTTPS ഫുള്ളുള്ള ആ URLും പ്രിന്റ് ചെയ്ത് തരും. നമുക്ക് ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ബ്രൗസർ ലോഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ടൈറ്റിലും URLും കറക്റ്റായിട്ട് കൺസോളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ഈ വേരിയബിൾ യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കാവും. അപ്പം സെലീനിയം യൂസ് ചെയ്ത് ടൈറ്റിലും URLും എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിൽ ജാവ പ്ലേലിസ്റ്റും സെലീനിയം, പോസ്റ്റ്മാൻ, കരേട്ട തുടങ്ങിയ എല്ലാ ടൂൾസിനെ കുറിച്ചുള്ള പ്ലേലിസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.